ഊഹിക്കാനാവുന്നതല്ല ജീവിതം എന്ന പ്രക്രിയയുടെ അർത്ഥതലങ്ങൾ എന്ന വിശ്വാസത്തോടുകൂടി തന്നെ നാളത്തെ സമൂഹത്തോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെരുവ് നാടകത്തിന്റെ രൂപത്തിൽ ഇത് അവതരിപ്പിക്കുന്നു. ജീവന വിലയില്ലാത്ത ഇവനൊക്കെയാണ് നാളത്തെ സമൂഹത്തിലെ ഡോക്ടർമാരായി വരാൻ. അതെങ്ങനെയാ? MBBS എന്ന 4 അക്ഷരത്തിന് ഇപ്പൊ വെറും ഒരു ബാങ്കിന്റെ വിലയല്ലേ? ആയതുകൊണ്ടാവാം ഇവന്റെയൊക്കെ ഇത്ര അഹങ്കാരം. അമേരിക്കയിൽ ഇപ്പൊ തുരുമ്പല്ലേ, തുരുമ്പ് അതേടോ ട്രംപ്. കണ്ടും കേട്ടും അറിഞ്ഞും ലക്ഷക്കണക്കിന് ആളുകൾ മനസ്സിലാക്കില്ല. സാധാരണ കൃഷിക്കാരന്റെ മകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഇവിടെ പോലുള്ളവരാണ് എന്ന് പറയുന്നത് തെറ്റില്ല. അവനൊന്ന് മനസ്സിലാച്ചാലേ എന്റെ തൊപ്പി ധരിക്കും. വഴിയിറക്കി വീടിനടുത്ത് ഈ പെണ്ണിന് വേണ്ടി ഒരുപാട് നേരം കാണിച്ചിട്ട് വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരെയും കുട്ടികളെയും അന്നം മുട്ടിക്കണോ? വേണോ? എന്ന് തോന്നിയേക്കാം. ജീവിതം എന്ന 4 ചുവരുകൾക്ക് പുറമേ നിന്ന് നമ്മെ വീക്ഷിക്കുന്ന മറ്റൊരാൾക്ക് ഏത് സന്ദർഭവും ഒരു ഭരതൻ സന്തോഷകൻ ചിത്രത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ഏവരും. എന്തുകൊണ്ട്? ഇതൊന്നും മാറ്റി തരും. എന്റെ മോളെ ആവശ്യത്തിന് വേണ്ടി ഇതൊന്നും മാറ്റി തരും. എന്റെ മോളെ ഒത്തിരി ഒന്ന് മാറ്റി തരും. ചേട്ടാ 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 ചേട്ടാ
എന്നെ കൊണ്ടായില്ല. അവസാനം ഈ വേദിയിലവൾ വെള്ളമുരച്ച് കിടക്കുമ്പോൾ 1000 കാന്തിത്തലയുടെ ഓരിയിടുന്ന മന്ദഹാസം സ്നേഹമാണെങ്കിൽ സാരമൊഴി എന്ന് ചൊല്ലിത്തന്ന ഈ അച്ഛനെ മാപ്പ് നൽകുക. മകൾ മരിച്ചപ്പോൾ ഒരച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരുതിരുന്നു. ദിവസവും നമ്മുടെ രാജ്യത്തിന്റെ അതിര് കാക്കാൻ അതിർത്തിയിൽ പൊലിഞ്ഞു വീഴുന്ന ജവാന്മാരുടെ ജീവനക്ക് വേണ്ടി പൊരിക്കാൻ ആരുടെ കണ്ണുകളുണ്ട് ഇവിടെ? ആരുണ്ട് ഇവിടെ? മഴയത്ത് കുട പിടിക്കാൻ നാം മറക്കാറുണ്ടോ? വെയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അല്പനേരത്തെങ്കിലും നാം തണൽ തേടാറില്ലേ? ഉണ്ട് ഇല്ലേ? ഉണ്ട് ഉണ്ട്. നാം ചെയ്തു കൊണ്ടുവന്ന തെറ്റുകളുടെ കണക്ക് പുസ്തകത്തിന്റെ താളുകൾ മതിവരാതാകുമ്പോൾ മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ്? അതോ നമ്മുടെ കേസ് സൂചിയുടെ ചലനത്തിനൊപ്പം അനീതിയുടെയും സ്വാർത്ഥതയുടെയും ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടാനുള്ള മറ്റൊരു കേസായി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? പണമുള്ളവനെ സംരക്ഷണത്തിന്റെ കരിമ്പും പാവപ്പെട്ടവന് കലികാലത്തിന്റെ കരിമ്പുകളുമായി തീരുന്ന നമ്മുടെ നീതിപീഠം. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാ. ഞാൻ ഇതുപോലെ കേസ് കൊടുക്കാറില്ല. സാറിന്റെ ദൈവ സാറ് പുണ്യം കിട്ടും. പുണ്യം എന്റെ ദൈവം നീ എന്നടാ. എന്റെ ദൈവം 2000 നോട്ടിലെ ഗാന്ധിയാ. കാശ് വെച്ചാലേ കോടതി നിങ്ങൾക്ക് ഒരു അന്തിമമില്ലെന്ന നിലയിൽ കുറെ കാലം കാര്യങ്ങൾ നീണ്ടിരുന്നു. ഒടുവിൽ അയാൾക്ക് നീതി നിഷേധിക്കുന്നു. കോടതിയിൽ നരി എന്നറിയപ്പെട്ടിരുന്ന വക്കീലന്മാർ ആളായി അന്വേഷിച്ചതിന്റെ പേരിൽ പട്ടികയിൽ ഇടം പിടിച്ച ആളാണത്രേ. ഒരാഴ്ചക്കാലം മുന്നേറ്റ് കിട്ടാൻ കാരണങ്ങൾ നൽകി അയാൾ അസാധു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മായാത്ത തഴമ്പ് സൃഷ്ടിച്ചു. നൽകിക്കൊണ്ട് അയാൾ നീതിയെ കൈയൊഴിഞ്ഞു. കണ്ട വക്കീൽ കൊണ്ട് പണവും സ്വാധീനവും കൊണ്ടെടുത്ത് കയ്യം കെട്ടി നോക്കി നിൽക്കാതെ നാളത്തെ സമൂഹത്തിലെ പ്രധാന പ്രതിനിധികളാവേണ്ട നാം ഏവരും ഇതിനെതിരെ പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഈ അനീതിക്കെതിരെ കൂടി നമുക്ക് ഒന്നിച്ച് പങ്കെടുത്തേക്കാം, അല്ലേ? ആ ജീവിതങ്ങൾ വെറും വാർത്തകളായി, പിന്നീട് ആർക്കോ പാടി പറയാൻ ഉള്ള പാവപ്പെട്ടവന്റെ വേദനകളായി. കേസ്
അതല്ലേ, അതൊന്നും കുഴപ്പമില്ല. അത് പതിവുപോലെ നമ്മുടെ വക്കീൽ നോക്കിക്കോളും. ആ വിഷയമല്ല. ആരാണവൻ? ആരാണവൻ? അത് നീയാണ്. അത് നീയാണ്. അത് നീ- തൊട്ടുപോരുന്ന മിണ്ടാപ്രാണിയെ. നീതി നിഷേധിക്കപ്പെടുന്നത് അത്ര വലിയ ശ്രദ്ധ നൽകേണ്ട കാര്യമല്ല. ഇന്ന ചിന്താഗതിക്കാരായി മാറുകയാണ് അറിയാതെ തന്നെ നാം പലരും. സ്കൂളിലെ വാർഷിക പരീക്ഷയിൽ തോറ്റ വിവരം ഏത് വിദ്യാർത്ഥിയുടെ വീട്ടിൽ അറിഞ്ഞാലും ചൂരൽ പൊന്തുന്ന അവസ്ഥ ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. മലയാളിയെ കണ്ണടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതെന്താണ്? യാതൊരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന കടുത്ത വിശ്വാസമാണോ? ആണോ? പഞ്ചായത്തിൽ ചെയ്യുമെന്ന ഒടുക്കമില്ലാത്ത കാത്തിരിപ്പ്. മലയാളികളാകേണ്ടി വരുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. നമ്മളും അതിലൊരാളാണ്. നിങ്ങൾക്ക് സംഭവിച്ച ഈ ദുർവിധി നാളെ നമുക്ക് സംഭവിക്കില്ല എന്ന് എഴുതി തള്ളുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി ഒന്ന് ആലോചിച്ചാൽ ഇതിനെല്ലാം ഉത്തരവാദികൾ അറിഞ്ഞോ അറിയാതെയോ നാം തന്നെയാണ്. സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തെരുവ് നാടകം അതിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. അക്രമരഹിതവും അഴിമതി രഹിതവുമായ ഒരു നല്ല നാളെയുടെ പ്രത്യാശയുമായി തേടും നമ്മളെ. കളിച്ചങ്കനായാലും അന്യായത്തിന്റെ ചുള്ള പിന്തുടരുന്നു നമ്മളെ. മനുഷ്യത അരുത് കാട്ടാള.